പൊടിപ്പയ്യന്മാരുടെ ഫോണുകളിലേക്ക് പെൺകുട്ടികൾ വിളിയോട് വിളി. പോലീസ് പിടിച്ച കൊച്ചു പയ്യന്മാരുടെ ഫോണിലേക്ക് പെൺകുട്ടികൾ വിളിയോട് വിളി. കോൾ എടുത്ത പോലീസ് ശരിക്കും പെട്ടുപോയി. വിളിച്ചത് കൂടുതലും പെൺകുട്ടികൾ. ഒന്നും മനസ്സിലായി കാണില്ല അല്ലേ? പറയാം. ഒരു പോസിറ്റീവ് ന്യൂസ് കേൾക്കാൻ ആളുകൾ ആഗ്രഹിക്കുന്ന കാലഘട്ടം. നെഗറ്റീവ് ന്യൂസുകൾ മാത്രം കൂടുതൽ പ്രചരിക്കപ്പെടുന്ന അത്തരം വാർത്തകൾക്ക് കാഴ്ചക്കാർ ഏറി വരുന്ന സമയം. വാർത്തകൾ കേട്ട് തലയോട്ടി വരെ പിളർന്നു പോകുന്ന സാഹചര്യങ്ങൾ. തലയിൽ കൈവച്ച് സാധാരണക്കാർ ചോദിക്കുന്നു, നമ്മുടെ നാട് ഇതെങ്ങോട്ടാണ്? ആരാണ് ഇതിന് ഉത്തരവാദികൾ? സിനിമയോ ലഹരിയോ അതോ മാറുന്ന സാഹചര്യമോ? ഇതൊരിക്കലും ഒരാളിലേക്ക് മാത്രം ചാർത്തി കൊടുക്കാവുന്ന ഒരു കുറ്റമല്ല. നമ്മളൊക്കെ ഇതിന് ഉത്തരം പറഞ്ഞേ തീരൂ. മുതിർന്നവരും മാതാപിതാക്കളും സഹപാഠികളും ഗുരുക്കന്മാരും സഹോദരങ്ങളും സമൂഹത്തിലെ ഉന്നത പദവിയിലുള്ളവനും സാധാരണക്കാരനുമെല്ലാം ഇതിൻ്റെ ഉത്തരവാദികളാണ്. ഒരു നന്മയെ വളർത്താൻ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം, ഒരുമിച്ച് നിന്ന് പ്രതികരിക്കണം എന്ന് പറയുന്നത് പോലെ ഒരു തിന്മയെ വളരാൻ അനുവദിക്കാൻ അതിനെ നിസ്സംഗതയോടെ പ്രതികരണശേഷി ഇല്ലാതെ സമീപിച്ചാൽ മതി. അപ്പോൾ നമ്മളെല്ലാവരും തന്നെ കുറ്റക്കാരാണ്. ഒരു അനർത്ഥം സംഭവിച്ചാൽ, ഒരു തിന്മ വാർത്തയായാൽ ഒരുമാതിരിപ്പെട്ടവരൊക്കെ ആദ്യം ചിന്തിക്കുക, അത് എൻ്റെ നാട്ടിലല്ലല്ലോ എന്നാവും. ഇനി തൊട്ട അയൽപ്പക്കത്ത് അത് സംഭവിച്ചാൽ എൻ്റെ വീട്ടിലല്ലോ എന്നും ചിന്തിക്കും. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, സ്വന്തം വീട്ടിൽ അത് സംഭവിക്കാൻ കാത്തിരിക്കുന്നത് പോലെ തോന്നും പ്രതികരിക്കാൻ. എന്നാൽ ആ സമയം നാം പ്രതികരിച്ച് വരുമ്പോഴേക്കും, നമ്മൾക്കൊരു അനർത്ഥം സംഭവിച്ച് നാം പ്രതികരിച്ച് വരുമ്പോഴേക്കും ആളുകൾ നമ്മെ സഹതാപ കണ്ണുകളോടെ മാത്രമേ നോക്കൂ എന്നതാണ് യാഥാർത്ഥ്യം. അവിടെ നമ്മുടെ പ്രതികരണം ഒരുപടി താഴ്ന്നേ നിൽക്കൂ. സത്യത്തിൽ നമ്മുടെ മനസ്സ് പ്രതികരിക്കാതിരിക്കാൻ, യാഥാർത്ഥ്യത്തിൽ നിന്ന് ഓടി മാറാൻ ഓരോ ന്യായീകരണങ്ങൾ കണ്ടെത്തുന്നത് മാത്രമാണ് ഇവിടെ സംഭവിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വാട്സപ്പ് സന്ദേശം വായിച്ചു. കോൾ എടുത്ത പോലീസ് ശരിക്കും പെട്ടുപോയി, വിളിച്ചത് കൂടുതലും പെൺകുട്ടികൾ എന്നായിരുന്നു അതിൻ്റെ തലക്കെട്ട്. അത് വായിച്ചാൽ ഏതൊരുവനും മൂക്കത്ത് വിരൽ വെച്ച് പോകും. എന്തെല്ലാം കോഡ് ഭാഷകളാണ് ഈ കാലത്ത് ലഹരിയെയും അത് കച്ചവടം ചെയ്യുന്നവരെയും അതിൻ്റെ ഉപഭോക്താക്കളെയും ചുറ്റിപ്പറ്റിയുള്ളത്. ഇതറിഞ്ഞത് കൊണ്ട് സാധാരണക്കാരൻ എന്ത് പ്രയോജനമെന്ന് ചിന്തിക്കുന്നതിന് മുൻപ് ഇത്തരം ഭാഷകൾ നമ്മുടെ ചുറ്റുവട്ടത്തും കേൾക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നതാവും ശരി. ഇതിൽ പലതും നാം ഒരുപക്ഷെ സിനിമകളിലൂടെ കേട്ട് മറന്നതാകും. എന്നാൽ ഇത്തരം കോഡ് ഭാഷകൾ നമ്മുടെ ചുറ്റുവട്ടത്ത് ഇന്ന് ധാരാളമുണ്ട്. കോൾ എടുത്ത പോലീസ് ശരിക്കും ഞെട്ടി. ആ സന്ദേശം ഇങ്ങനെയാണ്: കോൾ എടുത്ത പോലീസ് ശരിക്കും പെട്ടുപോയി, വിളിച്ചത് കൂടുതലും പെൺകുട്ടികൾ. മാന്നാറിൽ 2 പേരെ കഞ്ചാവുമായി പോലീസ് പിടികൂടിയെന്ന വാർത്ത കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത വാർത്ത തൃശൂർ അങ്കമാലിയിൽ 2 യുവാക്കളെ കഞ്ചാവുമായി എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ പിടികൂടിയെന്നറിയുന്നത്. ഇതെന്താണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് എന്ന് വ്യാകുലപ്പെടുന്നതിന് മുൻപ് പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഇതൊന്ന് വായിക്കുക. തൃശൂർ അങ്കമാലിയിൽ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ബൈക്കിൽ കഞ്ചാവുമായി വന്ന +2കാരനായ 22 വയസ്സുള്ള വിഷ്ണുവിനെയും ബികോംകാരനായ 21 വയസ്സുള്ള കൃഷ്ണമൂർത്തിയെയും പിടികൂടി. പ്രതികളെയും കൊണ്ട് സ്റ്റേഷനിൽ ചെന്ന പോലീസ് അവിടെ വെച്ചാണ് ശരിക്കും ഞെട്ടിയത്. കാരണം ഇവരുടെ 2 പേരുടെയും ഫോണിലേക്ക് തുരുതുരാ കോളുകൾ വരാൻ തുടങ്ങി. കോൾ എടുത്ത പോലീസ് ശരിക്കും പെട്ടുപോയി, വിളിച്ചത് കൂടുതലും പെൺകുട്ടികൾ. പ്രധാനമായി ചോദിച്ചത്, പാലസ് റോഡിലേക്ക് ഒന്ന് വരാമോ? സ്കോർ എത്രയാ? ജോയിൻ്റ് ആയാലും മതി. പോസ്റ്റ് ഉണ്ടോ? ഹാൾട്ട് ഉണ്ടോ? മറുപടി പറയാനാകാതെ പോലീസ് കുഴഞ്ഞു. സ്കോർ, ജോയിൻ്റ്, പോസ്റ്റ് ഇത് ഏകദേശം പിടികിട്ടി. പക്ഷേ ഈ ഹാൾട്ട് അതെന്താണ്? പുതിയ ഐറ്റംസ് വല്ലതുമാണോ? മറുപടി പറയാനാകാതെ പോലീസ് ഫോൺ വെച്ചു. പിന്നീട് പ്രതികളിൽ ഒരാളായ 22 വയസ്സുള്ള വിഷ്ണുവിനെ ചോദ്യം ചെയ്തപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത്. സ്കോർ എത്രയാ എന്ന് ചോദിച്ചാൽ കഞ്ചാവിൻ്റെ വിലയാണ്. അതായത് 100ൻ്റെ 500ൻ്റെ അങ്ങനെ പോകുന്നു കഞ്ചാവിൻ്റെ സ്കോർ. സ്കോർ കൂടുതലാണല്ലോ എന്ന് പറഞ്ഞാൽ വില കൂടുതലാണല്ലോ എന്നാണ്. സ്കോർ കുറവില്ലേ എന്ന് ചോദിച്ചാൽ ഡിസ്കൗണ്ട് ഇല്ലേ എന്നാണ് അർത്ഥം. കഞ്ചാവ് സിഗരറ്റിലോ ബീഡിയിലോ നിറച്ചു കൊടുക്കുന്നതാണ് ജോയിന്റ്. വലിയ കഞ്ചാവ് പൊതി കിട്ടാനില്ലെങ്കിൽ ജോയിന്റ് എങ്കിലും കിട്ടുമോ എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി പോസ്റ്റ്, കഞ്ചാവിന് വേണ്ടി ഒത്തിരി നേരം കാത്തു നിൽക്കേണ്ടി വരുമോ എന്നാണ്. അതായത് നിന്ന് പോസ്റ്റ് ആകേണ്ടി വരുമോ എന്ന്. ഇനി അടുത്തതായി പെൺകുട്ടികൾക്ക് മാത്രമായുള്ളതാണ് ഹാൾട്ട്. അതായത് കഞ്ചാവ് അടിച്ചിട്ട് വീട്ടിലോ ഹോസ്റ്റലിലോ പോകാൻ സാധിക്കാത്തവർക്കും പെൺകുട്ടികൾ സംഘമായി എത്തുമ്പോൾ അവർക്കും കൊടുക്കുന്ന പ്രത്യേക ഫെസിലിറ്റിയാണ് ഹാൾട്ട്. ഇതിനായി ഇവർക്ക് കണ്ടെത്തി കൊടുക്കുന്നത് ഒഴിഞ്ഞ ഗോഡൌണോ വീടോ ആണ്. കൂടുതലും ഹോസ്റ്റലിൽ താമസിക്കുന്ന പെൺകുട്ടികളാണ് ഈ സൗകര്യം ആവശ്യപ്പെടുന്നത്. അടുത്തതാണ് PM. PM എന്നാൽ
ഉച്ചയ്ക്ക് ശേഷമാണ് ബിസിനസ് ആരംഭിക്കുന്നത്. ഇതിൽ വിഷ്ണു വിവിധ കോളേജ് ഹോസ്റ്റലിൽ അറിയപ്പെടുന്നത് PM എന്ന പേരിലാണ്. PM ബിസിനസ് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം 5 മണിയോടുകൂടി ആരംഭിക്കുമെങ്കിലും ശരിക്കും വെള്ളിയാഴ്ച വൈകുന്നേരം മുതലാണ് കച്ചവടം കൊഴുക്കുന്നത്. ശനിയും ഞായറും അവധിയായതിനാൽ കച്ചവടം പൊടിപൊടിക്കും എന്നാണ് പ്രതികൾ പോലീസിനോട് പറഞ്ഞത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കഞ്ചാവ് അങ്കമാലിയിലെത്തും. അവിടെ നിന്നും ബസ്സിലോ ബൈക്കിലോ തൃശ്ശൂരിൽ എത്തിച്ച് കച്ചവടം നടത്തും. മാതാപിതാക്കൾ മക്കളെ ശ്രദ്ധിക്കുക. ഇടയ്ക്ക് അവർ പഠിക്കുന്ന കോളേജിലും ഹോസ്റ്റലിലും അന്വേഷിക്കുക. നമ്മുടെ മക്കളെ നമുക്ക് വലിയ വിശ്വാസമാണ്. ആ വിശ്വാസം തെറ്റാതിരിക്കട്ടെ. പരമാവധി ഷെയർ ചെയ്യുക. ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങണം. ഇല്ലെങ്കിൽ ഈ നാട് ലഹരി കൊണ്ട് ജീവിക്കാൻ സാധിക്കാതെ വരും. ലഹരിക്കുള്ള പൈസ ഉണ്ടാക്കുവാനായി പിടിച്ചുപറിയും മറ്റും തുടങ്ങും. അതിനാൽ ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങിയേ പറ്റൂ. എനിക്ക് തോന്നുന്നത് ഇത് കുറച്ചധികം നാളുകൾക്ക് മുമ്പുള്ള സന്ദേശമായിരിക്കാനാണ് സാധ്യത. കാരണം നാം വിചാരിക്കുന്നതിലും ഭയാനകമാണ്, ഇതിലുള്ളതിലും ഭീകരമാണ് ഇന്നിൻ്റെ അവസ്ഥ. കഞ്ചാവിനേക്കാൾ മറ്റനേകം രാസലഹരിയുടെ പിടിയിലാണ് ഇന്നത്തെ ലോകം. കഞ്ചാവ് എന്ന് കേട്ടാൽ ഒരു ഭയവും ഭീതിയും ഒക്കെ കേട്ടിരുന്ന കാലത്ത് നിന്ന് രാസലഹരിയുടെ പേരുകൾ മരുന്ന് പോലെ കൊച്ചുകുട്ടികൾക്കിടയിൽ പോലും സംസാര വിഷയമാകുന്ന കാലത്താണ് നാം ജീവിക്കുന്നത്. ഇത് ഒരാളുടെ മാത്രം കുറ്റമല്ല. അങ്ങനെ ഒരു കാരണം മാത്രം ഇതിനെ ചൂണ്ടിക്കാട്ടാനും കഴിയില്ല. ഇതിനൊരു പ്രതിവിധി ഒരുമിച്ച് നിൽക്കുക, ഒരുമിച്ച് നിന്ന് ഒറ്റക്കെട്ടായി ഇതിനെ പ്രതികരിക്കുക മാത്രമാണ്.